പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാലയെ കണ്ടുകിട്ടിയില്ല എങ്കിൽ തൻ്റെ സ്വഭാവം മാറും എന്നുള്ള ഭീഷണിയുമായി മുന്നിലേക്ക് കയറി വന്നിരിക്കുകയാണ് ദേവരാജൻ. ഇതേ തുടർന്ന് അഭിഷേകിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇതേ തുടർന്ന് ദേവരാജൻ എനിക്ക് 24 മണിക്കൂറിനുള്ളിൽ എൻ്റെ മകളെ കാണണം, ഇല്ലെങ്കിൽ നിനക്ക് എതിരായി ഞാൻ പോലീസിൽ കംപ്ലൈന്റ് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ച് പോയിരിക്കുകയാണ് അഭിഷേക്. ഇതോടെ തനിക്ക് ദേവബാല എവിടെയാണ് എന്നുള്ള കാര്യം അറിയില്ല എന്നും എന്നോട് അതേപറ്റി ചോദിച്ചിട്ട് യാതൊരു ഉപകാരവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു അഭിഷേക്. മാത്രവുമല്ല, പോലീസിലോ മറ്റെവിടെ വേണമെങ്കിലോ നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാം. കാരണം എനിക്ക് അവൾ എവിടെയാണ് എന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ എന്നോട് ഇതേപ്പറ്റി ചോദിച്ചിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അഭിഷേക്. ഇതോടെ മുന്നിലേക്ക് കയറി വരുന്ന ദേവരാജൻ അവൾ നിന്റെ ഭാര്യയാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്നും അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ തന്നെ ഉത്തരം പറയേണ്ടതായി വരുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്ന സോഹൻ അതെങ്ങനെയാണ് ശരിയാവുക എന്ന് ചോദിക്കുന്നു. ഇത് നിങ്ങൾ നിർബന്ധിച്ച് കഴിപ്പിച്ച വിവാഹമാണ്, അതുകൊണ്ട് തന്നെ അവളുടെ കാര്യമെല്ലാം ഇവൻ നോക്കണമെന്ന് പറയുകയാണ് എങ്കിൽ അതെന്ത് ന്യായമാണ്, അത് എവിടത്തെ ന്യായമാണ് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇത് ഒട്ടും ശരിയായ കാര്യമല്ല. കാരണം ഇവന് അറിയാത്ത കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കലാണ്. അതൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കും ബോധമില്ലേ എന്ത് തെറ്റാണ് അഭിഷേക് ചെയ്തത്? അഭിഷേക് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇഷയുടെ കാര്യത്തിലാണ് എങ്കിൽ നിങ്ങളുടെ സംശയം എന്ന് എനിക്കറിയാം. പക്ഷേ ഇഷയ്ക്ക് വേണ്ടി ദേവബാലയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള തീരുമാനമൊന്നും അഭിഷേക് എടുക്കുകയില്ല. ആ കാര്യത്തിൽ നിങ്ങൾക്ക് അഭിഷേകിനെ വിശ്വസിക്കാം. എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുമായി നിങ്ങൾ മുന്നിലേക്ക് പോകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരിക്കലും അഭിഷേക് തെറ്റ് ചെയ്യുകയില്ല എന്നുള്ള കാര്യത്തിന് ഞാൻ ഉറപ്പ് നൽകാം. മാത്രവുമല്ല, അവളെ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടത് ഞാനാണ്. അതുകൊണ്ട് തന്നെ അഭിഷേകിന് ഈ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയും ചെയ്യും. ഇതോടെ ദേവരാജനാകെ തകർന്നു പോയിരിക്കുകയാണ്. എനിക്ക് എൻ്റെ മകളെ തിരികെ വേണം. നിങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ മകളെ എനിക്ക് തിരിച്ചേൽപ്പിച്ചു തരണമെന്നും ഞാൻ അവളെ കാണാതെ ജീവിച്ചിരിക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ദേവരാജന്റെ അവസ്ഥ മനസ്സിലാക്കുന്ന സോഹനും അതുപോലെ തന്നെ അഭിഷേകും കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമാകുന്നതിനായി ഞങ്ങളും ശ്രമിക്കാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം ജയരാമനാകട്ടെ തൻ്റെ ആഗ്രഹം നടത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയാണ്. ദേവബാലയോട് നിന്നെ രക്ഷിക്കാൻ ആരും ഇവിടേക്ക് വരികയില്ല എന്ന് പറയുകയും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ തേടി ഇവിടേക്ക് വരും. അവൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ബാക്കി വയ്ക്കുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ഇത് കേൾക്കുന്ന ജയരാമൻ, എടി നിന്റെ ഭർത്താവോ, എന്ത് തമാശയാണ് നീ പറയുന്നത്? നിനക്ക് ഒരു ഭർത്താവില്ല. മാത്രവുമല്ല, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ അഭിഷേക് ഉണ്ടല്ലോ, അവൻ മറ്റൊരു വിവാഹം കഴിക്കാൻ പോവുകയാണ്.
അത് ആരെയാണെന്നറിയാമോ? അത് ഇഷയെയാണ്. നീ പോയില്ലേ ആ സമ്മാനം ആരാണ് നൽകിയത് എന്ന് കണ്ടെത്തുന്നതിനായി? ആ സമ്മാനം നൽകിയത് മറ്റാരുമല്ല, ഇഷയാണ്, ആ പോയ കമ്പനിയുടെ ഉടമയുടെ മകൾ. അത്രയും കോടീശ്വരിയായ ഒരുവളെയാണ് അഭിഷേക് വിവാഹം കഴിക്കാൻ പോകുന്നത്. അല്ലാതെ നിന്നെപ്പോലെയുള്ള ഒരു പിച്ചകാരിയെയല്ല. മാത്രവുമല്ല, ആ വിവാഹം നടക്കുക തന്നെ ചെയ്യും. അത് അങ്ങനെയാണ്. ഇത് കേൾക്കുന്ന ദേവബാല നിങ്ങൾ നുണ പറയുകയാണ് എന്ന് പറയുകയും എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് എനിക്ക് എന്താടി നിന്നോട് നുണ പറഞ്ഞിട്ട് കാര്യം? നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. എന്തിനാണ് നിന്നെ അവോയ്ഡ് ചെയ്ത് അവൻ ട്രിപ്പിന് പോവുകയാണ് എന്ന് പറഞ്ഞു പോയത്? മാത്രവുമല്ല, ഒരിക്കലെങ്കിലും നിന്നെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം അവൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടോ? നീ ഒന്ന് ആലോചിക്കേ. ആലോചിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഉത്തരം ലഭിക്കും. അപ്പോൾ മനസ്സിലാകുമല്ലോ ആരാണ് നുണ പറയുന്നത്, ആരാണ് സത്യം പറയുന്നത് എന്ന്. നിന്നെ എന്തിനാണ് ഞാൻ ഇവിടേക്ക് തട്ടിക്കൊണ്ടു വന്നത് എന്നറിയാമോ? അവരുടെ കല്യാണം നടക്കാൻ. അതുകൊണ്ട് തന്നെ അവൻ നിന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വരും എന്നുള്ള യാതൊരു പ്രതീക്ഷയും നിനക്ക് വേണ്ട. മാത്രവുമല്ല, ഞാൻ പറയുന്നത് മാന്യമായി നീ അനുസരിച്ചാൽ നിനക്ക് ജീവൻ നഷ്ടപ്പെടാതെ ഇവിടെ നിന്ന് പോകാൻ സാധിക്കും. ഇത് കേൾക്കുന്ന ദേവബാല നിങ്ങളൊരു ചതിയനാണ്, നിങ്ങൾ വെറും നുണയാണ് എന്നോട് പറയുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കുകയില്ല. എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല. എന്നെ രക്ഷിക്കുന്നതിനായി അവൻ വരിക തന്നെ ചെയ്യും എന്ന് അറിയിച്ചതിനെ തുടർന്ന് നീ ഇവിടെ കിടന്ന് മരിക്കുക തന്നെയുള്ളൂ. നിന്നെ രക്ഷിക്കുന്നതിന് ഒരാൾ പോലും വരികയില്ല എന്ന് വ്യക്തമാക്കി മുഖത്തടിച്ചുകൊണ്ട് ജയരാമൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ അടികൾ ദേവബാലയെ ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇതേ തുടർന്ന് തൻ്റെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ജയരാമൻ, അവൾ അത്ര എളുപ്പത്തിൽ വഴങ്ങുന്ന പെൺകുട്ടിയല്ലടാ. അവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടതായി വരും. എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചില്ലേ, നമ്മൾ വിചാരിച്ചതുപോലെ ലക്ഷ്യം കണ്ടേ മടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. മാത്രവുമല്ല, ഇതോടെ അവൾ നമ്മൾ പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന് സഹായി ചോദിച്ചതിനെ തുടർന്ന് കൊന്നുകളയും എന്നുള്ള മറുപടി നൽകിയിരിക്കുകയാണ്. ജയരാമൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.